ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളുടെ KECB വർക്കറിൻ്റെ മൊഡ്യൂൾ 1ൻ്റെ റിവിഷൻ സീരീസുമായിട്ടാണ് കേട്ടോ. അപ്പോൾ മൊഡ്യൂൾ 1ൽ നമ്മൾ എന്തൊക്കെ ടോപ്പിക്സ് ആണ് കവർ ചെയ്തത് ഒന്ന് നോക്കിയാലോ. ഇപ്പോൾ മൊഡ്യൂൾ 1 നോക്കുമ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് എന്തൊക്കെയായിരുന്നു നമ്മുടെ ബേസിക് ഇലക്ട്രിസിറ്റി, അതായത് ഫണ്ടമെൻ്റൽ ഓഫ് ഇലക്ട്രിസിറ്റി, അതായത് കറണ്ട് എന്താണ്, വോൾട്ടേജ്, അതുപോലെ റെസിസ്റ്റൻസ്, അതിൻ്റെ യൂണിറ്റ്സുകൾ, ചാർജ്, അങ്ങനെയുള്ള കുറേ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കോൺസെപ്റ്റുകളാണ് നമ്മൾ ആ ഒരു സെക്ഷനിൽ ഫോക്കസ് ചെയ്ത് പഠിച്ചത് അല്ലേ. പിന്നെ എന്താ നോക്കിയത്, നമ്മളുടെ കണ്ടക്ടർ എന്താണ്, സെമി കണ്ടക്ടർ എന്താണ്, ഇൻസുലേറ്റർ എന്താണ്, അതിൻ്റെ എല്ലാം എക്സാമ്പിൾസ്, അതുപോലെ എന്തൊക്കെ എക്സാമ്പിൾസ് ആണ് അതിനകത്ത് വരുന്നത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് അതിനകത്ത് പഠിച്ചിട്ടുണ്ട്. അതുപോലെ ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് എങ്ങനെയാണ്, പോസിറ്റീവ് ടെമ്പറേച്ചർ ആണോ നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ആണോ അല്ലേ, ഒക്കെ വാലൻസ് ഇലക്ട്രോൺസ് ഏതൊക്കെ രീതിയിലാണ് വരുന്നത്, അങ്ങനെയുള്ള കുറേ സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റുകളാണ് നമ്മൾ അതിനകത്ത് ഫോക്കസ് ചെയ്ത് പഠിച്ചിരുന്നത്. അടുത്ത ടോപ്പിക് ഏതായിരുന്നു, സോൾഡറിങ്, ഫ്ലക്സ് ആൻഡ് സോൾഡറിങ് ടെക്നിക്ക് അല്ലേ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്ലക്സുകൾ, അതുപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോൾഡറിങ് ടെക്നിക്സുകളൊക്കെ നമ്മൾ നോക്കി. തിയററ്റിക്കൽ ഏരിയ ആയിരുന്നു അത്. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഭാഗമാണ് നമ്മളുടെ ഫ്ലക്സ് ആൻഡ് സോൾഡറിങ് എന്ന് പറയുന്ന ആ ഒരു സെക്ഷൻ. പിന്നെ വരുന്നത് എന്താ, പ്രോപ്പർട്ടീസ് ഓഫ് റെസിസ്റ്റൻസ്, ടൈപ്സ് ഓഫ് വയേഴ്സ് ആൻഡ് കേബിൾസ്. ഇത്രയുമാണ് നമ്മളുടെ മൊഡ്യൂൾ 1ൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയത്. അതായത് ഏറ്റവും സിമ്പിളസ്റ്റ് ആയിട്ടുള്ളൊരു മൊഡ്യൂളാണ് നമ്മളുടെ മൊഡ്യൂൾ 1 എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതിൽ പ്രീവിയസ് ഇയറിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ലാസ്റ്റ് റിവിഷൻ സീരീസ് ഒക്കെ ചെയ്തപ്പോൾ എന്താണ് ഒരു പർട്ടിക്കുലർ ടോപ്പിക് എടുത്തിട്ടാണ് നമ്മൾ അതിലുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തത് അല്ലേ. ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഈ ഒരു ഏരിയ കവർ ചെയ്തിട്ട്, അതായത് എല്ലാ ടോപ്പിക്സും നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്ത് പോകുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, സെമി കണ്ടക്ടർ ഹാസ് ഡാഷ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ്. അപ്പോൾ നമ്മളെന്താ, കണ്ടക്ടർ, സെമി കണ്ടക്ടർ, ഇൻസുലേറ്റർ, അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ. അപ്പോൾ ഇതിനകത്ത് എന്താ ചോദിച്ചിട്ടുള്ളത്, സെമി കണ്ടക്ടർ ഹാസ് ഡാഷ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ്. ഓപ്ഷൻ എ പോസിറ്റീവ്, ഓപ്ഷൻ ബി നെഗറ്റീവ്, ഓപ്ഷൻ സി 0, ഓപ്ഷൻ ഡി യൂണിറ്റി. അപ്പോൾ എന്താണ് ഒരു സെമി കണ്ടക്ടറിൻ്റെ ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് മാത്രം നോട്ട് ചെയ്താൽ മതി. അതെന്താണ്, നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് NTC അല്ലേ, നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ആണ് ആർക്കുള്ളത്, സെമി കണ്ടക്ടറിന്. അതുപോലെ ഇൻസുലേറ്റർ ആണെങ്കിലും എന്ത് തന്നെയാണ്, നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ആണ്. അതായത് കണ്ടക്ടറിന് മാത്രമാണ് എന്തുള്ളത്, പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ്. അപ്പോൾ പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ആർക്ക് മാത്രമേ ഉള്ളൂ എന്ന് ആലോചിച്ച് വെച്ചാൽ മതി. നമ്മളുടെ കണ്ടക്ടറിന് മാത്രമേ എന്തുള്ളൂ, ഒരു പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ്. സെമി കണ്ടക്ടറിനും ഇൻസുലേറ്ററിനും ഏതാണ്, നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് വാല്യൂ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 2, എക്സ്പാൻഷൻ ഫോർ ACSR കണ്ടക്ടർ ഈസ്. നമ്മളെ കേബിൾസ്, അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്നതാണ് അല്ലേ. അപ്പോൾ നോക്കിയേ, കേബിൾസ് ആൻഡ് വയേഴ്സിൽ വരുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ACSR കണ്ടക്ടറിൻ്റെ ഫുൾ ഫോം അല്ലെങ്കിൽ എക്സ്പാൻഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതാണ് നോക്കിയേ, ഓപ്ഷൻ എ അലുമിനിയം കണ്ടക്ടർ സ്റ്റീൽ റെയിൻഫോഴ്സ്ഡ്, ഓപ്ഷൻ ബി അലുമിനിയം കോയിൽ സ്റ്റീൽ റെയിൻഫോഴ്സ്ഡ്, ഓപ്ഷൻ സി അലുമിനിയം കോപ്പർ സ്റ്റീൽ റെയിൻഫോഴ്സ്ഡ്, ഓപ്ഷൻ ഡി അലുമിനിയം കണ്ടക്ടർ സോളിഡ് റെയിൻഫോഴ്സ്ഡ്. ഏതായിരിക്കും ആൻസർ ആയിട്ട് വരിക, എല്ലാം ഒരേപോലെ ഉണ്ട് അല്ലേ. അലുമിനിയം നമുക്കറിയാം, അതിൽ മെയിൻ ആയിട്ടുള്ള കോമ്പോണൻ്റ് ഏതാണ്, അലുമിനിയം ആണ് മെയിൻ ആയിട്ടുള്ള കോമ്പോണൻ്റ് ആയിട്ട് നമ്മളത് യൂസ് ചെയ്യുന്നത് അല്ലേ. അതിൻ്റെ ഔട്ടറിൽ കണ്ടക്ടർ പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നോക്കിയേ, ഏതാണ് ACSR. അപ്പോൾ പേരിൽ തന്നെ എന്താണ്, അലുമിനിയം കണ്ടക്ടർ എന്ന് വരും. അപ്പോൾ നമുക്ക് ഓപ്ഷൻ ബിയും സിയും എല്ലാം നമുക്കിപ്പോൾ തന്നെ എന്ത് ചെയ്യാം, നോക്കാം. അല്ല, കറക്റ്റ് അല്ല, ഓപ്ഷൻ ബിയും സിയും അല്ല. പിന്നെ നോക്കുന്നത് ഏതാണ്, എയും ഡിയും. അലുമിനിയം അതുപോലെ കണ്ടക്ടർ ഉണ്ട്, ഇതിനകത്തും എന്തുണ്ട്, കണ്ടക്ടർ ഉണ്ട്. സ്റ്റീൽ റെയിൻഫോഴ്സ്ഡ് ആണോ സോളിഡ് റെയിൻഫോഴ്സ്ഡ് ആണോ എന്നുള്ള കൺഫ്യൂഷൻ മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. അപ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്, ACSRൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഏതാണ്, അലുമിനിയം കണ്ടക്ടർ സ്റ്റീൽ റെയിൻഫോഴ്സ്ഡ് ആണ്. മറക്കരുത്, ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ACSR കണ്ടക്ടറിൻ്റെ ഫുൾ ഫോം അല്ലെങ്കിൽ എക്സ്പാൻഡഡ് ഫോം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഏതാണ്, നമുക്ക് അലുമിനിയം കണ്ടക്ടർ സ്റ്റീൽ റെയിൻഫോഴ്സ്ഡ് ആണ്. ക്ലിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3, the purpose of armoring in UG cable. Again നമ്മൾ എന്താണ്, ടൈപ്സ് ഓഫ് വയേഴ്സ് ആൻഡ് കേബിൾ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അപ്പോൾ എന്താ ചോദിച്ചിട്ടുള്ളത്, പർപ്പസ് ഓഫ് ആർമറിങ് ഇൻ അണ്ടർഗ്രൗണ്ട് കേബിൾ. അണ്ടർഗ്രൗണ്ട് കേബിളിലെ ആർമറിങ്ങിൻ്റെ പർപ്പസ് എന്താണ്, നമ്മൾ അണ്ടർഗ്രൗണ്ട് കേബിളൊക്കെ പഠിച്ചതാണ്, അതിന് കോഡ്സും കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് പോയതാണ് അല്ലേ. അപ്പോൾ എന്താണ് ആർമറിങ്ങിൻ്റെ ഫംഗ്ഷൻ എന്താണ് ഒരു UG കേബിളിനകത്ത്, ഓപ്ഷൻ എ പ്രൊട്ടക്ട്
ഓവർ ഹെഡ് കേബിൾ ഫ്രം ദ മെക്കാനിക്കൽ ഇഞ്ചുറി. നോട്ട് ചെയ്യണം, ഈ ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്യുന്നുണ്ട്, OH എന്ന് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. നോട്ട് ചെയ്യുക, ഓവർ ഹെഡ്. നമ്മളോട് ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചിട്ടുള്ളത്, അണ്ടർഗ്രൗണ്ട് കേബിൾ എന്നല്ലേ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഓപ്ഷൻ എ അല്ല. കാരണം എന്താ, ഓവർ ഹെഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ക്വസ്റ്റ്യനിൽ എന്താ ഉള്ളത്, അണ്ടർഗ്രൗണ്ട് കേബിൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താ, OH അല്ല. ആ ഒരു എന്താണ് ഓപ്ഷൻ റോങ് ആണെന്ന് അപ്പം തന്നെ നമുക്ക് മനസ്സിലായി അല്ലേ. ഇനി അടുത്തത് എന്താണ്, പ്രൊട്ടക്ട് കേബിൾ ഫ്രം മോയിസ്ചർ. മോയിസ്ചറിന് എന്താണ്, പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ടോ, പ്രൊട്ടക്ട് കേബിൾ ഫ്രം മോയിസ്ചർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആരാണ് ആ വർക്ക് ചെയ്യുന്നത്, നമ്മളുടെ മെറ്റാലിക് ഷീറ്റ് അല്ലേ. മോയിസ്ചർ ഫോർ മെറ്റാലിക് ഷീറ്റാണ് അത് ചെയ്യുന്നത്, പ്രൊട്ടക്ട് കേബിൾ ഫ്രം മോയിസ്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് എന്താണ്, പ്രൊട്ടക്ട് കേബിൾ ഫ്രം അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം, സർവിങ്ങിൽ കൊടുക്കാം. പിന്നെ അടുത്ത് നോക്കിയാൽ പ്രൊട്ടക്ട് കേബിൾ ഫ്രം മെക്കാനിക്കൽ ഇഞ്ചുറി. അത് ആരാണ് ചെയ്യുന്നത്, നമ്മളുടെ ആർമറിങ് ആണ്. ആരാണ്, ആർമറിങ് ആണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. എന്തിനാണ് ഞാനിത് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഓപ്ഷൻ എയും ഡിയും എന്താണ്, ഒരേപോലെയാണ്. ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. പ്രൊട്ടക്ട് OH കേബിൾ ഫ്രം മെക്കാനിക്കൽ ഇഞ്ചുറി. നമുക്കറിയാം എന്താണ്, മെക്കാനിക്കൽ ഇഞ്ചുറി എന്നാണ് ആര് പ്രൊട്ടക്ട് ചെയ്യുന്നത്, ആർമറിങ്ങിൻ്റെ പണി അല്ലേ. അണ്ടർഗ്രൗണ്ട് കേബിളിനെ എന്താണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്, എങ്ങനെയാണ്, മെക്കാനിക്കൽ ഇഞ്ചുറി എന്നാണ് അത് പ്രൊട്ടക്ട് ചെയ്യുന്നത്. പക്ഷേ അതിനകത്ത് നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യും, വായിക്കില്ല. മെക്കാനിക്കൽ ഇഞ്ചുറി എന്ന് കാണുമ്പോൾ തന്നെ എന്ത് ചെയ്യും, ഓപ്ഷൻ മാർക്ക് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. പക്ഷേ അതിനകത്ത് ഒരാളുണ്ട്, ഓവർ ഹെഡ് എന്നുള്ള ഒരാളുണ്ട്. അപ്പോൾ നിങ്ങളത് നന്നായി നോട്ട് ചെയ്തിട്ട് വേണം, ഓരോ ഓപ്ഷൻസും റീഡ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ആൻസർ മാർക്ക് ചെയ്യാൻ. നമ്മൾ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ തന്നെ എന്ത് ചെയ്യും, ആ ഒരു ധൃതിയിൽ മെക്കാനിക്കൽ ഇൻഷുറി എന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യും, അത് മാർക്ക് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഓപ്ഷൻസ് നന്നായി വായിച്ചു നോക്കുക. ഇവിടെ എന്തും കൂടി ഉണ്ട്, ഓവർ ഹെഡ് എന്നൊരു ഇതുകൂടി ഉണ്ട്. ഓവർ ഹെഡ് അല്ലാതെ നമുക്കറിയാം അല്ലേ. ഓക്കെ അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 4. Which of the following are desirable characteristics of insulation material? ഒരു ഇൻസുലേഷൻ മെറ്റീരിയലിൻ്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് താഴെ തന്നിട്ടുള്ളത്. അതിൽ ഏതാണ് വേണ്ടത് എന്ന രീതിയിലാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കിയേ, ഓപ്ഷൻ 1 എന്താണ്, നോക്കിയേ, ഹൈ ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് ആവശ്യമാണ്. സെക്കൻഡ് വൺ എന്താ, ലോ ഡൈഇലക്ട്രിക് സ്ട്രെങ്ത്. തേർഡ് വൺ എന്താ, ഫ്ലെക്സിബിൾ. അപ്പോൾ ഏതാണ് വേണ്ടത്, ഏതാണ്, ഒരു ഇൻസുലേഷൻ എന്ന് പറയുമ്പോൾ തന്നെ അതിന് എന്താവശ്യമാണ്, ഹൈ ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് ആവശ്യമാണ് അല്ലേ. അപ്പോൾ ലോ അല്ല, അപ്പോൾ അല്ല, അപ്പോൾ അത് കിട്ടി. ലോ ഡൈഇലക്ട്രിക് അല്ല, ഹൈ ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് ആണ് അവിടെ വേണ്ടത്. നെക്സ്റ്റ് എന്താണ്, ഫ്ലെക്സിബിൾ ആയിരിക്കണ്ടേ, ഫ്ലെക്സിബിൾ ആയിരിക്കണം. അപ്പോൾ ഇതും ആവശ്യമാണ്. പിന്നെ എന്താ ഉള്ളത്, അപ്പോൾ നോക്കിയേ, കറക്റ്റ് ഓപ്ഷൻ ഏതാണ്, ഓൺലി 2 മാത്രമാണോ, അല്ല, ഓൺലി 1 അല്ല, ഓൺലി 1 and 3. ഓപ്ഷൻ സി ആണ് ഇതിലെ കറക്റ്റ് ആൻസർ. അപ്പോൾ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം, ഇൻസുലേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതാണ് കേട്ടോ. നോട്ട് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 5. വാട്ട് ഈസ് ദ എക്സ്പാൻഷൻ ഫോം ഓഫ് XLPE കേബിൾ? XLPE കേബിളിൻ്റെ എക്സ്പാൻഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. എക്സ്പാൻഷൻ ഓഫ് വീണ്ടും കേബിൾ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് അല്ലേ. അപ്പോൾ XLPEയുടെ ഫുൾ ഫോം എന്താ, എക്സ്പാൻഷൻ എന്താ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതായിരിക്കും, സീറോ ലോസ് പോളി എത്തിലീൻ അല്ല, സീറോ ലീഡ് പോളി എത്തിലീൻ അല്ല, ക്രോസ് ലിങ്ക്ഡ് പോളി എത്തിലീൻ ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഏതാണ്, ഓപ്ഷൻ സി ആണ് ഇതിലെ കറക്റ്റ് ആൻസർ. അപ്പോൾ ഓരോന്നിൻ്റെയും എന്ത് നോക്കണം നിങ്ങൾ, ഇങ്ങനെയുള്ള അബ്രിവേഷൻസ് അല്ലെങ്കിൽ ഫുൾ ഫോം അല്ലെങ്കിൽ എക്സ്പാൻഡഡ് ഫോം ഒക്കെ ഒന്ന് ഫോക്കസ് ചെയ്ത് പഠിക്കണം. അപ്പോൾ കണ്ടക്ടറിൻ്റെ ആണെങ്കിൽ ACSR കണ്ടില്ലേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ഏത് രീതിയിലാണെന്നുള്ളത്. അപ്പോൾ XLPEയുടെ ഫുൾ ഫോം അല്ലെങ്കിൽ എന്താണ് എക്സ്പാൻഡഡ് ഫോം എന്ന് ഇത് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഏതാണ്, ക്രോസ് ലിങ്ക്ഡ് പോളി എത്തിലീൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 6. വാട്ട് ഈസ് ദ ഡിസഡ്വാൻറ്റേജസ് ഓഫ് സോളിഡ് കണ്ടക്ടർ കമ്പയർ ടു സ്റ്റാൻഡേർഡ് കണ്ടക്ടർ? അപ്പോൾ എന്താ ചോദിച്ചിട്ടുള്ളത്, ഡിസഡ്വാൻറ്റേജ് ആണ് ചോദിച്ചിട്ടുള്ളത്. വാട്ട് ഈസ് ദ ഡിസഡ്വാൻറ്റേജസ് ഓഫ് എന്തിൻ്റെ, സോളിഡ് കണ്ടക്ടർ കമ്പയർ ടു സ്റ്റാൻഡേർഡ് കണ്ടക്ടർ എന്നാണ് ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ളത്. ലെസ് റിജിഡിറ്റി, ലെസ് ഫ്ലെക്സിബിലിറ്റി, ലോ മെൽറ്റിംഗ് പോയിന്റ്, ലോ മെക്കാനിക്കൽ സ്ട്രെങ്ത്. എന്താവും വരിക, ലെസ് റിജിഡിറ്റി ആണോ, എന്താ വരുന്നത്, ലെസ് ഫ്ലെക്സിബിലിറ്റി ആണോ, ലോ മെൽറ്റിംഗ് പോയിന്റ് ആണോ, ലോ മെക്കാനിക്കൽ സ്ട്രെങ്ത് ആണോ? കമ്പയർ ചെയ്യുമ്പോൾ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് വരിക, എന്തായിരിക്കും കറക്റ്റ് ആൻസർ വരുന്നത്?
അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ എന്താണെന്ന് പറഞ്ഞാൽ ഡിസഡ്വാൻറ്റേജസ് അല്ലേ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെസ് ഫ്ലെക്സിബിലിറ്റി ആണ്. എന്താണ് കറക്റ്റ് ആൻസർ? ലെസ് ഫ്ലെക്സിബിലിറ്റി ആണ്. ഓക്കെ, എന്താണ് ഇവിടെ മോർ റിജിഡിറ്റി ആണ് വേണ്ടത് കേട്ടോ. ലെസ് റിജിഡിറ്റി അല്ല, മോർ റിജിഡിറ്റി ആണ് വേണ്ടത്. അതുപോലെ തന്നെ എന്താണ് ഹൈ മെക്കാനിക്കൽ സ്ട്രെങ്ത്തും ആണ് വേണ്ടത്. അപ്പോൾ എന്താണ് മോർ റിജിഡിറ്റി, അതുപോലെ എന്താണ് ഹൈ മെക്കാനിക്കൽ സ്ട്രെങ്ത് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. അപ്പോൾ വാട്ട് ഈസ് ദ ഡിസഡ്വാൻറ്റേജസ് ഓഫ് സോളിഡ് കണ്ടക്ടർ കമ്പയർ ടു സ്റ്റാൻഡേർഡ് കണ്ടക്ടർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ലെസ് ഫ്ലെക്സിബിലിറ്റി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 7. വിച്ച് ടെസ്റ്റ് ഈസ് കണ്ടക്ടഡ് ടു ലൊക്കേറ്റ് ദ ഫാൾട്ട് ഇൻ UG കേബിൾ? ഒരു അണ്ടർഗ്രൗണ്ട് കേബിളിൽ എന്തെങ്കിലും ഫാൾട്ട് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ടെസ്റ്റ് യൂസ് ചെയ്തിട്ടാണ് ആ ഫാൾട്ട് നമ്മൾ ഡിറ്റക്ട് ചെയ്യേണ്ടത്? അപ്പോൾ ടെസ്റ്റുകൾ നോക്കിയാൽ ലൂപ്പ് ടെസ്റ്റ്, എക്സ്റ്റേണൽ ഗ്ലോവർ ടെസ്റ്റ്, ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ടെസ്റ്റ്, ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ടെസ്റ്റ്. അപ്പോൾ ഏത് ടെസ്റ്റാണ് നമ്മൾ അവിടെ കണ്ടക്ട് ചെയ്യേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലൂപ്പ് ടെസ്റ്റ് ആണ്. ഏതാണ്? ലൂപ്പ് ടെസ്റ്റ് ആണ്. ഓപ്ഷൻ എ ആണ്. ഇതിൽ തന്നെ മ്യൂറേ ലൂപ്പ് ടെസ്റ്റ് ഉണ്ട്, അതുപോലെ വേറെ ലൂപ്പ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊക്കെ ലൂപ്പ് ടെസ്റ്റുകളുണ്ട്. അപ്പോൾ ഇതിനകത്ത് എന്താണ് വരുന്നത്? ഏത് ടെസ്റ്റാണ് നമ്മളൊരു അണ്ടർഗ്രൗണ്ട് കേബിളിൽ ഫാൾട്ട് ഡിറ്റക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് ടെസ്റ്റാണ്? നമ്മളുടെ ലൂപ്പ് ടെസ്റ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫാൾട്ട് ഡിറ്റക്ട് ചെയ്യുന്നത്. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് ഇൻസുലേഷൻ റെസിസ്റ്റൻസ്? ഇൻസുലേഷൻ റെസിസ്റ്റൻസിനെ നമ്മൾ അറിയാം മെഗർ യൂസ് ചെയ്തിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഇൻസുലേഷൻ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇൻസുലേഷൻ റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് എന്താണ്? അപ്പോൾ ഹൈ വാല്യൂ ആയിരിക്കും അല്ലേ? അപ്പോൾ നോക്കിയാൽ ഓം, കിലോ ഓം, മില്ലി ഓം, മെഗാ ഓം എന്നാണ് ഓപ്ഷനിൽ തന്നെ. ഓം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സാധാരണ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഇതല്ലേ. നമ്മൾ സാധാരണ റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഓം എന്ന് പറയാറുണ്ട്. പക്ഷെ നോക്കിയാൽ യൂണിറ്റ് ഓഫ് ഇൻസുലേഷൻ റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇൻസുലേഷൻ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ എന്താണ്? ഹൈ വാല്യൂ അല്ലേ? ഹൈ റെസിസ്റ്റൻസ് വാല്യൂ ആയിരിക്കും. അപ്പോൾ ഏതാണ് വരുന്നത്? മെഗാ ഓമിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? യൂണിറ്റ് ഓഫ് ഇൻസുലേഷൻ റെസിസ്റ്റൻസ്. ഒരു ഇൻസുലേഷൻ റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഏതാണ്? മെഗാ ഓം ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 9. വിച്ച് ഈസ് ദ സെമി കണ്ടക്ടർ മെറ്റീരിയൽ? താഴെ തന്നിട്ടുള്ളത് കുറച്ച് മെറ്റീരിയൽസ് തന്നിട്ടുണ്ട്. അതിൽ ഏതാണ് സെമി കണ്ടക്ടർ മെറ്റീരിയൽ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. യുറേക്ക, എബണൈറ്റ്, മാഗ്നൻ, ജെർമേനിയം. നമുക്കറിയാം സെമി കണ്ടക്ടർ നമ്മൾ ചെറിയ ക്ലാസ്സുകളിലെ മുതൽ പഠിക്കുന്നതാണ് അല്ലേ? ഏതാണ് അവിടുത്തെ സെമി കണ്ടക്ടർ മെറ്റീരിയൽ? നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചിട്ടുള്ളത്? സിലിക്കണും ജെർമേനിയം ആണ് കോമൺ ആയിട്ട് എന്താണ് സെമി കണ്ടക്ടർ മെറ്റീരിയൽ ആയിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഇതിൽ ഏതാണ് സെമി കണ്ടക്ടർ? സിലിക്കൺ ഇല്ല. ആരാണുള്ളത്? ജെർമേനിയം ആണ് ഉള്ളത്. അതാണ് നമ്മളുടെ സെമി കണ്ടക്ടർ മെറ്റീരിയൽ. ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കിയേ, വേറെ ആരൊക്കെയാണ് നോക്കിയേ? യുറേക്ക, എബണൈറ്റ്, മാഗ്നൻ. ഇവനൊക്കെ ആരാ? യുറേക്ക ആരാ? ഇതൊരു കണ്ടക്ടർ ആണ് കേട്ടോ. കണ്ടക്ടറിനെ സി എന്ന് കൊടുക്കുകയാണ്. എബണൈറ്റ് എന്ന് പറയുന്ന ആളാരാ? എബണൈറ്റ് എന്ന് പറയുന്നത് ഒരു ഇൻസുലേറ്റർ ആണ്. മനസ്സിലാക്കി വെക്കുക കേട്ടോ, ഒരു ഇൻസുലേറ്റർ ആണ്. മാഗ്നിൻ പറഞ്ഞ ആളാരാണ്? അതും ഒരു കണ്ടക്ടർ ആണ്. നമ്മളോട് ചോദിക്കാം. ഓക്കെ, അറിഞ്ഞിരിക്കുക. അപ്പോൾ എന്താണ്? സെമി കണ്ടക്ടർ ആണിത്. ആര്? നമ്മളുടെ ജെർമേനിയം എന്ന് പറയുന്നത്. ബാക്കിയുള്ള മെറ്റീരിയൽ യുറേക്ക എന്ന് പറയുന്നത് കണ്ടക്ടർ ആണ്, എബണൈറ്റ് എന്ന് പറയുന്നത് ഇൻസുലേറ്റർ ആണ്, മാഗ്നിൻ എന്ന് പറയുന്നതും എന്താണ്? ഒരു കണ്ടക്ടർ ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 10. വിച്ച് മെറ്റീരിയൽ ഈസ് ഹാവിങ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് പ്രോപ്പർട്ടി? അപ്പോൾ നെഗറ്റീവ് ടെമ്പറേച്ചർ നമ്മൾ ആദ്യം ഒരു ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ തന്നെ എന്താണ്? ഒരു സെമി കണ്ടക്ടറും അതുപോലെ തന്നെ ഒരു ഇൻസുലേറ്ററും ഒക്കെ എന്ത് പ്രോപ്പർട്ടിയാണ് കാണിക്കുന്നത്? നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് പ്രോപ്പർട്ടിയാണ് നമ്മൾ കണ്ടു. അപ്പോൾ ഇതിൽ താഴെ തന്ന മെറ്റീരിയൽ ആണ്. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം ക്ലിയർ ആയിട്ട് ഏതാണ് കണ്ടക്ടർ, ഏതാണ് ഇൻസുലേറ്റർ, ഏതാണ് സെമി കണ്ടക്ടർ. അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിൽ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ ഏതാണ് ഹാവിങ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് പ്രോപ്പർട്ടി ഉള്ളത്? ആർക്കാണ്? സെമി കണ്ടക്ടറിനും ഇൻസുലേറ്റേഴ്സിനുമാണ്. അപ്പോൾ ഇതിലെ മെറ്റീരിയൽ നോക്കിയാൽ കാർബൺ, യുറേക്ക, കോപ്പർ, മാഗ്നൻ. ഇതൊക്കെ ആരാ? ഇതൊക്കെ കണ്ടക്ടേഴ്സ് ആണ് അല്ലേ? മാഗ്നൻ പറഞ്ഞ കണ്ടക്ടറാണ്. യുറേക്ക എന്ന് പറയുന്നതും ഒരു കണ്ടക്ടറാണ്. അപ്പോൾ ഇതിനകത്ത് ആരാണ് സെമി കണ്ടക്ടർ ആവുന്നത്? കാർബൺ ആണ്. അപ്പോൾ ഏതാണ്? കാർബൺ ആണ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ്. കാർബൺ എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്? ഒരു സെമി കണ്ടക്ടറിനെ ഉൾപ്പെടുത്താം നമുക്ക് കാർബണെ. അപ്പോൾ കാർബൺ എന്താണ്? ഒരു നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് പ്രോപ്പർട്ടി കാണിക്കുന്ന ഒരു മെറ്റീരിയൽ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 11. വിച്ച് ഈസ് പ്രൊവൈഡഡ് എബോവ് ദ മെറ്റാലിക് ഷീറ്റ് ഇൻ UG കേബിൾ? അണ്ടർഗ്രൗണ്ട് കേബിൾ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ വിച്ച് ഈസ് പ്രൊവൈഡഡ് എബോവ് ദ മെറ്റാലിക് ഷീറ്റ് ഇൻ UG കേബിൾ? നമ്മൾ പഠിച്ചതാണ് അല്ലേ? സിംബാസ് എന്ന് പറയുന്ന ആ ഒരു ഇതുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ സി
കണ്ടക്ടർ, I ഇൻസുലേറ്റർ, M മെറ്റാലിക് ഷീറ്റ്, B ബെഡിങ്, CIMB, A ആർമറിങ്, S എന്താ സെർവിങ് എന്ന് നമ്മൾ പറഞ്ഞു പഠിച്ചു. ഇതിൽ എന്താ ക്വസ്റ്റ്യൻ? പ്രൊവൈഡ് എബോ ദ മെറ്റാലിക് ഷീറ്റ്. മെറ്റാലിക് ഷീറ്റിന്റെ എബോ കാണിക്കുന്ന അണ്ടർഗ്രൗണ്ട് കേബിളിൽ ആരായിരുന്നു? M കഴിഞ്ഞ ആരാണ്? MB. B ആരാ? ബെഡിങ് ആണ്. ഓപ്ഷൻ B ബെഡിങ് ആണ്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഈ ക്വസ്റ്റ്യൻ വന്നത് എങ്ങനെയാണെന്ന് ക്ലിയർ ആയില്ലേ? അപ്പോൾ അണ്ടർഗ്രൗണ്ട് കേബിളിനകത്ത് വേറെയും റിലേറ്റഡ് ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്താണ്? മെറ്റാലിക് ഷീറ്റിന്റെ എബോ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? അതിന് മേലെ ആരാണ്? ബെഡിങ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ക്വസ്റ്റ്യൻ നമ്പർ 12. വാട്ട് ഈസ് ദ ഫോർമുല ഫോർ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി? ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. കറണ്ട് ഇൻറ്റു ടൈം, വോൾട്ടേജ് ഇൻറ്റു കറണ്ട്, കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ്, വോൾട്ടേജ് ഇൻറ്റു റെസിസ്റ്റൻസ് എന്തായിരിക്കും? നമുക്കറിയാം അല്ലേ, I ഈക്വൽ ടു നമ്മൾ കറണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് Q/T എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. ചാർജ് കറണ്ട് ഈക്വൽ ടു എന്താണ്? Q/T എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ബേസിക് ഫോർമുല. അപ്പോൾ ഇവിടെ എന്താ ചോദിച്ചിട്ടുള്ളത്? ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി Q ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ Q ഈക്വൽ ടു എന്താണ്? കറണ്ട് ഇൻറ്റു ടൈം അല്ലേ? ഓപ്ഷനിലില്ലേ കറണ്ട് ഇൻറ്റു ടൈം? ഏതാണ്? ഓപ്ഷൻ A ആണ് ഇതിലെ കറക്റ്റ് ആൻസർ. കറണ്ട് ഇൻറ്റു ടൈം എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ക്ലിയർ? ഓക്കെ അല്ലേ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 30. വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് റെസിസ്റ്റിവിറ്റി? റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്, റെസിസ്റ്റൻസ് അല്ല കേട്ടോ. ആലോചിക്കണം, എന്താണ് ചോദിച്ചിട്ടുള്ളത്? റെസിസ്റ്റിവിറ്റി. നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ്? R ഈക്വൽ ടു റോ L/A എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? റെസിസ്റ്റൻസിൻ്റെ ഫോർമുല ഇതെന്താ? റോ പറഞ്ഞാൽ ഇതാണ് നമ്മളുടെ റെസിസ്റ്റിവിറ്റി. റെസിസ്റ്റിവിറ്റി ഈക്വൽ ടു എന്താണ്? RA/L ആണ്. റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് എന്താ? ഓം അല്ലേ? റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ഓം. ഏരിയയുടെ യൂണിറ്റ് എന്താ? മീറ്റർ സ്ക്വയർ. ലെങ്ത്തിൻ്റെ യൂണിറ്റ് എന്താ? മീറ്റർ. അപ്പോൾ ഈ മീറ്ററും കൂടി ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? ഓം മീറ്റർ എന്ന് കിട്ടും അല്ലേ? ഓം മീറ്റർ ആണ് ആരുടെ യൂണിറ്റ്? നമ്മളുടെ റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ്. മനസ്സിലായോ? അപ്പോൾ ഏതാണ് ഇതിൽ കറക്റ്റ് ആൻസർ? ഓം മീറ്റർ. ഓപ്ഷൻ C ആണ് ഇതിലെ കറക്റ്റ് ആൻസർ. മനസ്സിലാവുന്നുണ്ടല്ലോ നിങ്ങൾക്ക്? അപ്പോൾ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ഫോർമുല എന്താ? റോ L/A. റോ ആണ് നമ്മളുടെ എന്ത്? റെസിസ്റ്റിവിറ്റി. അത് എഴുതുമ്പോൾ എങ്ങനെയാണ്? റോ ഈക്വൽ ടു R ഇൻറ്റു A/L എഴുതിയാൽ മതി അല്ലേ? അപ്പോൾ ഓം മീറ്റർ സ്ക്വയർ ബൈ മീറ്റർ, ഏരിയൻ്റെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ അല്ലേ? ലെങ്ത്തിൻ്റെ മീറ്റർ, അങ്ങനെ ഓം മീറ്റർ എന്ന് നമുക്കിവിടെ ആൻസർ കിട്ടും. അതാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ യൂണിറ്റ് ഓഫ് റെസിസ്റ്റിവിറ്റി എന്ന് ചോദിച്ചാൽ എന്താണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്? ഓം മീറ്റർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 14. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഫാൾസ്? താഴെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളതിൽ ഏതാണ് റോങ് സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ഫാൾസ് ആയിട്ടുള്ളത്? നോക്കിയേ, മെറ്റൽസ് ആർ ഗുഡ് ഇലക്ട്രിക് കണ്ടക്ടേഴ്സ് ആണ് അല്ലേ? മെറ്റൽസ് എന്താണ്? ഗുഡ് ഇലക്ട്രിക് കണ്ടക്ടേഴ്സ് തന്നെയാണ്, കറക്റ്റ് ആണ്. അടുത്ത നോക്കിയേ, ഇലക്ട്രോൺസ് ഫ്ലോ ഫ്രം നെഗറ്റീവ് ടെർമിനൽ ടു പോസിറ്റീവ് ടെർമിനൽ. ശരിയല്ലേ? ഇലക്ട്രോൺസ് എങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്? നമ്മൾ പഠിച്ചിട്ടില്ലേ ബേസിക് ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ? ഏത് രീതിയിലാണ്? നെഗറ്റീവ് ടെർമിനൽ ടു പോസിറ്റീവ് ടെർമിനൽ തന്നെയാണ്, കറക്റ്റ് ആണ് ഓപ്ഷൻ. അടുത്തത് നോക്കിയേ, കൺവെൻഷണൽ കറണ്ട് ഫ്ലോ ഈസ് അസ്യൂംഡ് ആസ് നെഗറ്റീവ് ടു പോസിറ്റീവ് ആണോ? കറണ്ട് ഫ്ലോ നെഗറ്റീവ് ടു പോസിറ്റീവ് ആണോ? അല്ല, നേരെ തിരിച്ചാണ് അല്ലേ? പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ്. അപ്പോൾ എന്താണ്? ഈ ഒരു ഓപ്ഷൻ റോങ് ആണ്. നമുക്ക് തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിൽ അതൊരു റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. കോപ്പർ ഈസ് മോർ കണ്ടക്ടിവിറ്റി ദാൻ സിൽവർ ആണോ? കോപ്പർ ആണോ കൂടുതൽ? അല്ല, ആരാണ്? സിൽവറിനാണ് കൂടുതൽ കണ്ടക്ടിവിറ്റി അല്ലേ? നമ്മൾ ആ റേഞ്ച് പഠിച്ചതാണ് അല്ലേ? സം കാറ്റ് ഗെറ്റ് ആംഗ്രി എന്ന് പറഞ്ഞ ആ കോഡിലൂടെ പഠിച്ചതാണ്. ആരാണ് ആദ്യം? സിൽവർ ആണ് ആദ്യം വന്നിട്ടുള്ളത്. സിൽവർ കഴിഞ്ഞിട്ടാണ് കോപ്പർ, പിന്നെ ഗോൾഡ്, പിന്നെ അലുമിനിയം. ഇങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത്? SCGA ഒരു ട്രിക്ക് വെച്ച് പഠിച്ചത് ഓർമ്മയുണ്ടോ? സം കാറ്റ്സ് ഗെറ്റ് ആംഗ്രി എന്ന് പറഞ്ഞ കോഡിലൂടെ നമ്മൾ പഠിച്ചതാണ് ആ ഒരു ടെക്നിക് അല്ലേ? അപ്പോൾ നോക്കിയേ, കോപ്പർ ആണോ മോർ കണ്ടക്ടിവിറ്റി ദാൻ സിൽവർ? അല്ല, സിൽവറിനാണ് എന്ത് കണ്ടക്ടിവിറ്റി കോപ്പറിനെക്കാട്ടിലും കൂടുതൽ. അപ്പോൾ എന്താ? ഇത് റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഏതാണ് അപ്പോൾ കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരിക? ഏതാണ് നോക്കിയേ? കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് 1ഉം 2ഉം ആണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഫാൾസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 3ഉം 4ഉം. അപ്പോൾ ഏതാ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ B ആണ്. ഓൺലി 3 and 4 ആണ് അതിലെ റോങ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരുന്നത്.
Next question number 50. The electron configuration of a copper atom is. Copper ആറ്റത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഏതാനാണ് പറഞ്ഞിട്ടുള്ളത്. ബേസിക് കാര്യങ്ങളാണ്. അലുമിനിയം കോപ്പർ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ആറ്റോമിക് നമ്പർ ഓഫ് കോപ്പർ എന്താ? നമുക്കറിയാം 29 ആണ്. അതിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? 2 8 18 1. ഇതല്ലേ നമ്മളുടെ കോപ്പറിന്റെ ആറ്റോമിക് നമ്പറും അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാ? ഓപ്ഷൻ ബി ആണ്. 283 എന്ന് പറയുന്നത് ആരുടെയാണ്? നമ്മളുടെ അലുമിനിയത്തിന്റെ ആണ്. ഇതും ചോദിക്കാറുണ്ട് കേട്ടോ. അലുമിനിയത്തിന്റെ എന്താണ് ഇതുപോലെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അറിഞ്ഞിരിക്കുക 283 ആണ്. എന്തിൻ്റെ? അലുമിനിയത്തിന്റെ. രണ്ടിൻ്റെയും ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയറിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ആറ്റോമിക് നമ്പർ ഓഫ് അലുമിനിയം ചോദിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഇതുപോലെ കോൺഫിഗറേഷനും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നോട്ട് ചെയ്ത് പോകണം കേട്ടോ. Next question number 16. Which of the following material is an insulator? വീണ്ടും എന്താണ് ചോദിച്ചിട്ടുള്ളത് ഇവിടെ? കണ്ടക്ടർ, ഇൻസുലേറ്റർ പഠിക്കാൻ പറഞ്ഞല്ലേ നമ്മൾ. അപ്പോൾ വീണ്ടും എന്താണ്? ഏത് മെറ്റീരിയൽ ആണ് ഇവിടെ ഇൻസുലേറ്റർ എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. ഏത് മെറ്റീരിയൽ ആണ് ഇൻസുലേറ്റർ? നോക്കിയേ, യുറേക്ക, നിക്രോം, ലെഡ്, മൈക്ക. ഏതായിരിക്കും ഇൻസുലേറ്റർ ആയിട്ടുള്ളത്? ഇതിലെ മൈക്കയാണ് ഇൻസുലേറ്റർ ആയിട്ടുള്ളത്. ബാക്കി യുറേക്ക, നിക്രോം, ലെഡ് ഒക്കെ എന്താണ്? യുറേക്ക, നിക്രോം, ലെഡൊക്കെ എന്ത് മെറ്റീരിയൽ ആയിട്ടാണ് വരുന്നത്? അതൊക്കെ കണ്ടക്ടർ ആണ്. എന്താണ്? ഇതെല്ലാം എന്താണ്? കണ്ടക്ടേഴ്സ് ആണ്. നോട്ട് ചെയ്യാട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഏതൊക്കെ മെറ്റീരിയലാണ് കണ്ടക്ടർ, ഏതാണ് ഇൻസുലേറ്റർ എന്നൊക്കെ നിങ്ങൾ നോട്ട് ചെയ്യുക. ഇതുപോലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് പ്രീവിയസ് ഇയറിൽ ചോദിച്ചു കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ അത് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ഇതിനകത്ത് ചോദിച്ചിട്ടുള്ളത് എന്താണ്? ഇൻസുലേറ്റർ ആണ്. ഇൻസുലേറ്റർ ഏതാണ്? മൈക്കയാണ്. ബാക്കി യുറേക്കയും നിക്രോമും ലെഡൊക്കെ എന്തിലാണ് വരുന്നത്? കണ്ടക്ടേഴ്സ് ആയിട്ടാണത് ആക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ ഇൻ സിലിക്കൺ ആൻഡ് ജെർമേനിയം ആർ ഡാഷ് റെസ്പെക്റ്റീവ്ലി. സിലിക്കണിൻ്റെയും ജെർമേനിയത്തിൻ്റെയും, അതായത് സിലിക്കൺ ജെർമേനിയം സെമി കണ്ടക്ടർ ആണ് നമുക്കറിയാം. സെമി കണ്ടക്ടറിൻ്റെ പ്രത്യേകത എന്താണ്? വാലൻസ് ഷെല്ലിലെ ഇലക്ട്രോൺസ് എത്രയായിരിക്കും? 4 ആയിരിക്കും. ലെസ് ദാൻ 4 ആണെങ്കിൽ അതെന്താണ്? കണ്ടക്ടറും. മോർ ദാൻ 4 ആണെങ്കിൽ അതെന്താണ്? ഇൻസുലേറ്റർ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് എന്താണ്? സിലിക്കണിൻ്റെയും ജെർമേനിയത്തിൻ്റെയും എന്താണ്? വാലൻസ് ഷെല്ലിൽ വരുന്ന ഇലക്ട്രോൺസ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. വാലൻസ് ഇലക്ട്രോൺസ് ഇൻ സിലിക്കൺ ആൻഡ് ജെർമേനിയം 4 and 4 ആണ്. ഓപ്ഷൻ സി ആണ്. അപ്പോൾ നോട്ട് ചെയ്യുക. 4ൽ താഴെയാണെങ്കിൽ അതെന്താണ്? കണ്ടക്ടർ ആണ്. 4ന് മുകളിലാണെങ്കിൽ അത് ഇൻസുലേറ്റർ ആണ്. 4 ആണെങ്കിൽ അത് ആരാണ്? നമ്മളുടെ സെമി കണ്ടക്ടേഴ്സ് ആണ്. ക്ലിയർ? ആ കോൺസെപ്റ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്കിതിന് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 18. ഫോർ എ സെമി കണ്ടക്ടർ, ഒരു സെമി കണ്ടക്ടറിൽ എങ്ങനെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് നമ്മൾ നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ, പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഒക്കെ പഠിച്ചില്ലേ. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണിത്. അപ്പോൾ ഒരു സെമി കണ്ടക്ടറിൽ ഏത് രീതിയിലാണ്? അപ്പോൾ റെസിസ്റ്റൻസ് ഡിക്രീസസ് വിത്ത് ഡിക്രീസിങ് ഇൻ ടെമ്പറേച്ചർ. റെസിസ്റ്റൻസ് കുറയും ടെമ്പറേച്ചർ കുറയുമ്പോൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അല്ല, റെസിസ്റ്റൻസ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസിങ് ടെമ്പറേച്ചർ എന്നാണ് പറയുന്നത്. അതുമല്ല. പിന്നെന്താ പറയുന്നത്? റെസിസ്റ്റൻസ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസിങ് ടെമ്പറേച്ചർ. അതാണ് ഇതിലെ കറക്റ്റ് ആൻസർ. അതായത് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ NTC എന്ന് പറയുന്നതാണിത്. എന്താണ് പറയുന്നത്? റെസിസ്റ്റൻസ് കുറയും ടെമ്പറേച്ചർ കൂടുമ്പോൾ. അതാണ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് എന്താണ്? ഫോർ എ സെമി കണ്ടക്ടർ ആണെങ്കിൽ എന്താണ്? റെസിസ്റ്റൻസ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസിങ് ഇൻ ടെമ്പറേച്ചർ ആണ്. Next question number 19. A nichrome wire of 10 cm length and 2 mm diameter has 2 ohm resistance. What is the resistance if 30 cm of the same wire is used, assuming temperature to be constant? ചെറിയ പ്രോബ്ലം ആണ് കേട്ടോ. എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു നിക്രോം വയർ എടുത്തിട്ടുണ്ട്. 10 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു നിക്രോം വയറാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിലെന്താണ്? 2 mm ഡയമീറ്ററിൽ എന്താണ് നമുക്ക് കിട്ടിയ റെസിസ്റ്റൻസ് വാല്യൂ? അതായത് നമുക്ക് എഴുതാം L1 ഈക്വൽ ടു ലെങ്ത് എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. കൺസിഡർ ചെയ്യുക കേട്ടോ. അതിന് കിട്ടിയ റെസിസ്റ്റൻസ് വാല്യൂ R1 ഈക്വൽ ടു എന്താ കിട്ടിയത്? 2 ohm റെസിസ്റ്റൻസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പക്ഷേ ഞാൻ എന്ത് ചെയ്തു? എൻ്റെ ലെങ്ത് കൂട്ടി L2 ഈക്വൽ ടു 30 സെൻറ്റിമീറ്റർ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ റെസിസ്റ്റൻസ് വാല്യൂ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. പുതിയ റെസിസ്റ്റൻസ്, അതായത് 10 സെൻറ്റിമീറ്ററിൽ എനിക്ക് 2 ohm റെസിസ്റ്റൻസ് കിട്ടി.
പക്ഷേ 30 സെൻറ്റിമീറ്ററിൽ എനിക്ക് എത്ര റെസിസ്റ്റൻസ് വാല്യൂ കിട്ടും. പക്ഷെ ഒരു കണ്ടീഷനും കൂടി പറഞ്ഞിട്ടുണ്ട്, ടെമ്പറേച്ചർ ടു ബി കോൺസ്റ്റൻറ്റ്. സെയിം വയറാണ് അവിടെ ഉപയോഗിക്കുന്നത്, ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണെന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് R ഈക്വൽ ടു എന്താ, റോ L ബൈ എ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റെസിസ്റ്റൻസ് വാല്യൂ കണ്ടുപിടിക്കുന്നത് അല്ലേ. പക്ഷേ ഇവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്, ടെമ്പറേച്ചറും അതുപോലെ എന്താണ് നമ്മളുടെ സെയിം വയറാണ്, ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണെന്ന് പറയുമ്പോൾ എയും അതുപോലെ തന്നെ എന്താണ് ഇവിടെ റോയും എന്താണ് കോൺസ്റ്റൻ്റ് ആയിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, R ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു L എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, ഇതെങ്ങനെ കണ്ടുപിടിക്കാം, R1 അല്ലേ, നമ്മുടെ ഫോർമുല എന്താണ്, R ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു L ആവുമ്പോൾ ബാക്കി രണ്ട് വാല്യൂസും റോയും എയും കോൺസ്റ്റൻ്റ് ആവുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കേണ്ടത്, R2 ബൈ R1 ഈക്വൽ ടു എന്ത് ചെയ്യാം, L2 ബൈ L1 ഇടാം അല്ലേ, L2 ബൈ L1 ഇടാം. ഇതിന് എന്ത് ചെയ്യാം, R2 കണ്ടുപിടിക്കണം. നമുക്ക് R2 കണ്ടുപിടിക്കണം. R2 എങ്ങനെ കണ്ടുപിടിക്കുക, R1 ഇൻറ്റു R2 എങ്ങനെ കണ്ടുപിടിക്കുക, ഇത് വെച്ചിട്ട് നമ്മൾ R1 ഇൻറ്റു എന്ത് ചെയ്താൽ മതി, L2 ബൈ L1 ചെയ്താൽ മതി. അപ്പോൾ എല്ലാ ഫാക്ടേഴ്സും ഇവിടെ ഉണ്ട്. R1-ലെ 2 ohm ഉണ്ട്, L1-ഉം L2 ഉണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കൂ, എന്താണ് ഇവിടെ ആൻസർ കിട്ടുന്നത്, R2 ഈക്വൽ ടു R1 പറയുന്നത് ആരാ, 2 അല്ലേ, 2 ഇൻറ്റു L2 എന്ന് പറയുന്നത് 30 സെൻറ്റിമീറ്റർ ഡിവൈഡഡ് ബൈ 10 വരും, ക്യാൻസൽ ആവും. സോ 2 ഇൻറ്റു 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, 6 ohm ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാ, ഓപ്ഷൻ എ ആണ് നമുക്കിതിൽ കറക്റ്റ് ആൻസർ. മനസ്സിലായോ? അപ്പോൾ എന്താ ചെയ്തത്, നമ്മളുടെ 10 സെൻറ്റിമീറ്റർ വയർ അല്ലേ, നിക്രോം വയറിൻ്റെ 10 സെൻറ്റിമീറ്റർ ലെങ്ത് ആയപ്പോൾ അവിടെ 2 ohm റെസിസ്റ്റർ ആയിരുന്നു ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അത് 30 സെൻറ്റിമീറ്റർ ആക്കുമ്പോൾ എത്രയാണ് ആൻസർ വരുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. കണ്ടീഷൻസും പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അത് പ്രോപ്പറായി നോക്കുക. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആൻസർ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ R2യുടെ വാല്യൂ അതായത് 30 സെൻറ്റിമീറ്റർ ആക്കുമ്പോൾ ഉള്ള റെസിസ്റ്റൻസ് വാല്യൂ എന്ന് പറയുന്നത് 6 ohm ആണ്. ക്ലിയർ അല്ലേ, ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Question number 20. Which of the following is our correct regarding semiconductor? വീണ്ടും എന്താണ്, സെമികണ്ടക്ടർ റിലേറ്റഡ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ താഴെ എന്താണ് സെമികണ്ടക്ടർ റിലേറ്റഡ് ആയിട്ട് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. നോക്കിയേ, സെമികണ്ടക്ടർ ഹാവ് പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ്. സിലിക്കൺ, ജെർമേനിയം ആൻഡ് കാർബൺ ആർ എക്സാമ്പിൾസ് ഓഫ് സെമികണ്ടക്ടർ മെറ്റീരിയൽ. വാലൻസ് ഇലക്ട്രോൺസ് ഓഫ് സെമികണ്ടക്ടർ മെറ്റീരിയൽസ് ആർ നോർമലി 4 എന്നാണ് തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ സെമി കണ്ടക്ടറിനെ കുറിച്ച് നമുക്കറിയാം, സിലിക്കണും ജെർമേനിയം എന്ത് തന്നെയാണ്, ഒരു സെമി കണ്ടക്ടർ മെറ്റീരിയൽ ആണ് അല്ലേ. സിലിക്കൺ ആൻഡ് ജെർമേനിയം ആൻഡ് കാർബൺ എന്താണ്, നമ്മൾ സെമി കണ്ടക്ടർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ്, ഇസ് എ സെമി കണ്ടക്ടർ മെറ്റീരിയൽ. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. സെമി കണ്ടക്ടർ ഹാവ് പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ആണോ, പോസിറ്റീവ് ആർക്ക് മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞു തന്നു. ആർക്ക് മാത്രമേ ഉള്ളൂ പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ്, കണ്ടക്ടേഴ്സിന് മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ പഠിച്ചിരുന്നു അല്ലേ. അപ്പോൾ എന്താണ്, സെമി കണ്ടക്ടർ ഹാസ് പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ആണോ, അല്ല. അവിടെ എന്താണ്, നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ആണ്, NTC ആണ്, നെഗറ്റീവ് ആണ്. ഇതെന്താ, റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. വാലൻസ് ഇലക്ട്രോൺസ് ഓഫ് സെമി കണ്ടക്ടർ മെറ്റീരിയൽ ആർ നോർമലി 4 അല്ലേ. 4 ആണ് സെമി കണ്ടക്ടർ, 4ന് താഴെയാണ് കണ്ടക്ടർ, 4ന് മുകളിലാണ് ആര്, ഇൻസുലേറ്റർ എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ എന്താണ്, വാലൻസ് ഇലക്ട്രോൺസ് ഓഫ് സെമി കണ്ടക്ടർ മെറ്റീരിയൽസ് ആർ നോർമലി 4. കറക്റ്റ് തന്നെയാണ്. അപ്പോൾ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്, 2ഉം അതുപോലെ തന്നെ 3ഉം. ഓപ്ഷൻ ഡി ആണ് ഇതിലെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഓരോ സ്റ്റേറ്റ്മെന്റും നല്ലപോലെ സൂക്ഷിച്ച് വായിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആൻസർ ചെയ്യേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 21. ദ ഫംഗ്ഷൻ ഓഫ് ഫ്ലക്സ് ഇൻ സോൾഡറിങ് ഈസ്. ഫ്ലക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ. സോൾഡറിങ്ങിലെ ഫ്ലക്സിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്, റെഡ്യൂസ് ടെമ്പറേച്ചർ ഓഫ് സോൾഡറിങ് പ്രോസസ് ടു കീപ് ദ മെറ്റൽ സർഫസ് ക്ലീൻ ആൻഡ് ഓക്സൈഡ് ഫ്രീ, റെഡ്യൂസ് മെൽറ്റിംഗ് പോയിന്റ് ഓഫ് സോൾഡർ, ടു റെഡ്യൂസ് ദ ടൈം ഓഫ് സോൾഡറിങ് പ്രോസസ്. എന്താണ് ഫ്ലക്സിൻ്റെ പണി, മെയിൻ ഫംഗ്ഷൻ എന്താണ്, ടു കീപ് ദ മെറ്റൽ സർഫസ് ക്ലീൻ ആൻഡ് ഓക്സൈഡ് ഫ്രീ ആക്കുന്നതല്ലേ നമ്മളെ ഫ്ലക്സിൻ്റെ ഡ്യൂട്ടി. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാ, ഓപ്ഷൻ ബി ആണ് അതിലെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 22. ഐഡന്റിഫൈ ദ എഫക്റ്റ് ഓഫ് അലൂമിനിയം ഇമ്പ്യൂരിറ്റി ഇൻ ടിൻ ലെഡ് സോൾഡർ ഫ്രം ദ ഫോളോയിങ്. വീണ്ടും നമ്മളുടെ ഫ്ലക്സ് ആൻഡ് സോൾഡറിങ് റിലേറ്റഡ് ആയിട്ടുള്ളത് തന്നെയാണ്. എന്താ ചോദിച്ചിട്ടുള്ളത്, ഐഡന്റിഫൈ ദ എഫക്റ്റ് ഓഫ് അലുമിനിയം ഇംപ്യൂരിറ്റി ഇൻ
ടിൻ ലെഡ് സോൾഡർ ഫ്രം ദ ഫോളോയിങ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താ വരുന്നത്? റിഡ്യൂസ് ദ ഫ്ലോ ഓഫ് സോൾഡർ, reduce the flow of solder, bedding decreases significantly, final melting point of solder increases, surface deterioration of molten solder എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ് എഫക്റ്റ് ഓഫ് അലുമിനിയം? ഒരു ടിൻ ലെഡ് സോൾഡറിൽ എന്താണ് അലുമിനിയത്തിൻ്റെ എഫക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കറക്റ്റ് ആൻസർ വരുന്നത്? അവിടെ എന്ത് സംഭവിക്കും? സർഫസ് ഡിറ്റോറേഷൻ ഓഫ് മോൾട്ടൻ സോൾഡർ ആണ് അതിൽ എഫക്റ്റ് ആയിട്ട് വരുന്നത് കേട്ടോ. ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഇതിലെ കറക്റ്റ് ആൻസർ. Question number 23. From the given option, select the list of insulators. വീണ്ടും എന്താണ്? കണ്ടക്ടർ, ഇൻസുലേറ്റർ, സെമി കണ്ടക്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇതിൽ ഏതാണ് ഇൻസുലേറ്റർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കിയേ, ഗോൾഡ്, സിൽവർ, കോപ്പർ ആണോ കണ്ടക്ടിങ് മെറ്റീരിയൽ അല്ലേ എല്ലാവരും അല്ലേ? കോപ്പറൊക്കെ. ഗ്ലാസ്, പേപ്പർ, അലുമിനിയം. അലുമിനിയം അതിലൊരു കണ്ടക്ടറാണ്, അപ്പോൾ അതെന്താണ്? ഇൻസുലേറ്റർ അല്ല. സിലിക്കൺ, ഗ്ലാസ്, അയോൺ അതുമല്ല. വരുന്നത് നോക്കിയേ, മൈക്ക, വുഡ്, പേപ്പർ. ഏതാണ് അപ്പോൾ കറക്റ്റ് ആൻസർ? ഇൻസുലേറ്റർ ആയിട്ട് വരുന്നതിലെ മൈക്ക ഒരു ഇൻസുലേറ്റർ ആണ്, വുഡ് ഒരു ഇൻസുലേറ്റർ ആണ്, പേപ്പർ ഒരു ഇൻസുലേറ്റർ ആണ് അല്ലേ? കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്യുക, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ കണ്ടക്ടർ, ഇൻസുലേറ്റർ, സെമി കണ്ടക്ടർ റിലേറ്റഡ് ആയിട്ട് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. വിത്ത് എക്സാമ്പിൾസ് നോക്കണം. അതിൽ ഏതാണ് ഓഡ് വൺ ഔട്ട് ആയിട്ടുള്ളത്, അതുപോലെ അതിൻ്റെ വാലൻസ് ഇലക്ട്രോൺസ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് പോകണം. എന്നിട്ട് വേണം എക്സാമിന് പോകാൻ കേട്ടോ. കാരണം സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടും അങ്ങനെയുള്ള കുറേ ഡിഫറെൻറ്റ് ലെവലിൽ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലെല്ലാം തറോ ആയിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 24. വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോസസ് ഈസ് നോൺ ആസ് സോൾഡറിങ്? കുറച്ച് എന്താ പ്രോസസ്സുകൾ തന്നിട്ടുണ്ട് അല്ലേ? ഏതാണ് സോൾഡറിങ് പ്രോസസ്സാണ്? ദ പ്രോസസ് ഓഫ് ജോയിനിങ് ടു മെറ്റൽ കണ്ടക്ടർ വിത്തൗട്ട് മെൽറ്റിംഗ് ദം. അടുത്ത എന്താ? ദ പ്രോസസ് ഓഫ് ജോയിനിങ് ടു മെറ്റൽ കണ്ടക്ടേഴ്സ് ബൈ മെൽറ്റിംഗ് ദം. ടു മെറ്റൽ കണ്ടക്ടേഴ്സ് ബൈ മെൽറ്റിംഗ് ദം. ഒന്ന് വിത്തൗട്ട് മെൽറ്റിംഗ് ദം, അടുത്ത എന്താണ്? ബൈ മെൽറ്റിംഗ് ദം തന്നിട്ടുണ്ട്. ദ പ്രോസസ് ഓഫ് ജോയിനിങ് ടു മെറ്റൽ കണ്ടക്ടർ ബൈ യൂസിങ് ദ റിവറ്റ്സ് എന്നാണ് തന്നിട്ടുള്ള 3 സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇതിൽ ഏത് പ്രോസസ്സാണ് സോൾഡറിങ് എന്ന് പറയുന്ന പ്രോസസ്സ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതായിരിക്കും? വിത്തൗട്ട് മെൽറ്റിംഗ് ദം അതല്ലേ നമ്മളുടെ സോൾഡർ എന്ന് പറയുന്നത്? ദ പ്രോസസ് ഓഫ് ജോയിനിങ് ടു മെറ്റൽ കണ്ടക്ടേഴ്സ് വിത്തൗട്ട് മെൽറ്റിംഗ് ദം, അതാണ് എന്ത് നമ്മളുടെ സോൾഡറിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കറക്റ്റ് ആൻസർ ഇവിടെ ഏതാണ്? ഓപ്ഷൻ സി ആണ്. 1 മാത്രമേ എന്താണ് നമ്മളുടെ സോൾഡറിങ്ങിൻ്റെ പ്രോസസ്സായിട്ട് വരുന്നുള്ളൂ. ബാക്കി 2 പ്രോസസ്സ് നോക്കിയാൽ ഇത് റിവെറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? റിവെറ്റിംഗ് പഠിച്ചിട്ടില്ലേ? പ്രോസസ് ഓഫ് ജോയിനിങ് ടു മെറ്റൽ കണ്ടക്ടർ ബൈ യൂസിങ് ദ റിവെറ്റ്സ് എന്ന് പറയുന്നത് റിവെറ്റിംഗ് ആണ്. അടുത്ത നോക്കിയത് പ്രോസസ് ഓഫ് ജോയിനിങ് ടു മെറ്റൽ കണ്ടക്ടേഴ്സ് ബൈ മെൽറ്റിംഗ് ദം എന്ന് പറയുന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? അത് വെൽഡിംഗ് ആണ് കേട്ടോ. അത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? വെൽഡിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് സ്റ്റേറ്റ്മെന്റ് 2 എന്ന് പറയുന്നത്. ഇത് സ്റ്റേറ്റ്മെന്റ് 3 എന്ന് പറയുന്നത് റിവെറ്റിംഗ് ആണ്. അപ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്? സോൾഡറിങ്ങിൻ്റെ പ്രോസസ്സ് എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ ദ പ്രോസസ് ഓഫ് ജോയിനിങ് ടു മെറ്റൽ കണ്ടക്ടേഴ്സ് വിത്തൗട്ട് മെൽറ്റിംഗ് ദം ആണ് നമ്മളുടെ എന്ത് സോൾഡറിങ് എന്ന് പറയുന്നത്. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് മെറ്റീരിയൽ ഈസ് കോമൺലി യൂസ്ഡ് ടു മേക്ക് ദ ബിറ്റ് ഓർ ടിപ്പ് ഓഫ് സോൾഡറിങ് അയോൺ? സോൾഡറിങ് അയോൺ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? ഇതുപോലെ ടിപ്പ് ഉണ്ടാവും അതിനകത്ത്. അത് എന്ത് മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന, അതായത് സോൾഡറിങ് അയോണിൻ്റെ ബിറ്റ് അല്ലെങ്കിൽ ടിപ്പ് ഏത് മെറ്റീരിയലാണ് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓപ്ഷൻ എ കോപ്പർ, ഓപ്ഷൻ ബി സ്റ്റീൽ, ഓപ്ഷൻ സി ബ്രാസ്, ഓപ്ഷൻ ഡി അലുമിനിയം. ഏത് മെറ്റീരിയലാണ്? അത് നമ്മളുടെ കോപ്പർ ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. കോപ്പർ കൊണ്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്? ഒരു സോൾഡറിങ് അയോണിൻ്റെ ബിറ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്ത് എന്തിനെ കുറിച്ചിട്ടാണ്? നമ്മുടെ മൊഡ്യൂൾ 1 ഒരുവിധം എല്ലാ ടോപ്പിക്സും നമ്മൾ ഇതിനകത്ത് കവർ ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ നന്നായി പഠിക്കുക. ഓരോ മൊഡ്യൂൾസും അതിൻ്റേതായ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഓരോ പോയിന്റും, അതായത് കണ്ടക്ടർ എന്താണ്, ഇൻസുലേറ്റർ എന്താണ്, ഫ്ലക്സിലെ ഓരോ ഡിഫറെൻറ്റ്, നമുക്കറിയാം ഇലക്ട്രീഷ്യൻ സോൾഡർ, ടിൻമാൻ സോൾഡർ, ഫൈൻ സോൾഡർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പഠിക്കുന്നതാണ്. എല്ലാ പോയിന്റ്സും ഫോക്കസ് ചെയ്ത് തന്നെ പഠിക്കുക. ഒരുപാട് പ്രോബ്ലംസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു മൊഡ്യൂളാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള മൊഡ്യൂളാണ്. ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? 10 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മൊഡ്യൂളാണ്. അപ്പോൾ എല്ലാവരും നന്നായി പഠിച്ചു പോവുക. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ഷെയർ ചെയ്യാം. കൂടുതൽ ഡീറ്റെയിൽസിനായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ CC ആപ്പിൽ KCB വർക്കറിൻ്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഡെയിലി MCQ സീരീസ്, അതുപോലെ തന്നെ റിവിഷൻ സീരീസ് ഒക്കെ ആയിട്ടുള്ളൊരു നല്ല ബാച്ചാണ്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, താങ്ക് യു.